വെറും 40 വയസ്സേ ആളിനുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ടെസ്റ്റും 100% ഫോൾ പ്രൂഫ് അല്ല. നമ്മൾ പേഷ്യന്റിന്റെ സെനാറിയോ അനുസരിച്ചിട്ട് വേണം ഏത് ടെസ്റ്റ് വേണം എന്ന് തീരുമാനിക്കും. പക്ഷെ നാച്ചുറലി ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് കൂടുതൽ വരുന്നത് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹാർട്ടിന് ഒരു ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുതൽ കൊടുക്കുന്നത്. അത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത്. വെൽക്കം ടു ലൈഫ് ലൈൻ പ്ലസ്. ഇന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു രോഗമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളോടൊപ്പം ഒരു ഇൻഫോർമേറ്റീവ് സെഷൻ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നു ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അടൂരിൽ നിന്നും ഡയറക്ടർ ആൻഡ് ഹെഡ് ഓഫ് കാർഡിയോളജി, സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആയ ഡോക്ടർ സാജൻ അഹമ്മദ്. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, പണ്ടൊക്കെ നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാരിലായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ യങ് ഏജിലുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അതെന്തുകൊണ്ടാണ്? കറക്റ്റ്. യങ് ഏജിലുള്ള ഹാർട്ട് അറ്റാക്ക് വളരെയധികം കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പണ്ടും ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ നമ്മളത് കൂടുതലായിട്ട് അറിയുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയും എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്നുണ്ട്, അത് ഷെയർ ചെയ്യുന്നുണ്ട്, പെട്ടെന്നൊരു അലാമിങ് സിറ്റുവേഷൻ വരാം. അപ്പോൾ യങ് എന്ന് പറയുന്ന വാക്ക് വളരെ റിലേറ്റീവ് ടേമാണ്. അപ്പം ഏത് പ്രായത്തിൽ താഴെയാണ് നമ്മൾ യങ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് എനിക്ക് 44 വയസ്സാണ്. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു വർഷത്തേക്കൂടെ എനിക്ക് എന്നെ യങ് എന്ന് വിളിക്കാം ടെക്നിക്കലി. അപ്പോൾ 45 ഇയേഴ്സ് ആൻഡ് ബിലോ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനെയാണ് നമ്മൾ സാധാരണ യങ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ സ്കൂളിൽ അഞ്ജു, യു ആർ ഫ്രം ട്രിവാൻഡ്രം അല്ലേ? അപ്പോൾ എൻ്റെ കൂടെ ട്രിവാൻഡ്രത്ത് സ്കൂളിൽ പഠിച്ചിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. ഹി വാസ് 44. ഈ ഹാഡ് എ ഹാർട്ട് അറ്റാക്ക്. മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ടായിരുന്നു. ആൻഡ് ബൈപ്പാസ് സർജറി ചെയ്തു. അറ്റ് 44 ഇയേഴ്സ് ഒരു ബൈപ്പാസ് സർജറി ചെയ്തു. ഇത് ഡെഫിനറ്റ്ലി കൂടി വരുന്നൊരു സിറ്റുവേഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയും ഇതുപോലെയുള്ള പോഡ്കാസ്റ്റിലും ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പം ഉണ്ട്. മേ ബി ഐ വുഡ് സേ ദാറ്റ് ദർ ഇസ് എൻ ഇൻഫർമേഷൻ ഓവർലോഡ്. മലയാളിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വളരെ ഫാൻസി ആയിട്ടുള്ള കുറേ കാര്യത്തിൻ്റെ പുറകിലാണ് നമ്മൾ പോകുന്നത്. ഉദാഹരണത്തിന് ഒരു വീഡിയോ കാണും, ഒരു HSCRP ടെസ്റ്റ്, അല്ലെങ്കിൽ ലൈപ്പോ പ്രോട്ടീൻ ലിറ്റിലെ, അല്ലെങ്കിൽ അപ്പോബി, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പേരുകളുള്ള അധികം കേട്ടിട്ടില്ലാത്ത കാണുമ്പോൾ ആൾക്കാരെല്ലാം അതിൻ്റെ പുറകെ പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും യങ് ആൾക്കാരിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ഇഗ്നോർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് എൻ്റെ ഫ്രണ്ടിന് അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഡയബറ്റിസ് വളരെ അൺകൺട്രോൾഡ് ആണെന്ന് അറിഞ്ഞത്. HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ഷുഗർ നോർമലി 7 താഴെയാണ് വരേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഫ്രണ്ടിന് നോക്കിയപ്പോൾ അത് 12 വാങ്ങണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം അറിയുമ്പോൾ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡയബറ്റിസ് പോയി. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ കോമൺ ആയിട്ടുള്ള നമ്മളെപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന 3 കാര്യങ്ങളുണ്ട്, ത്രിമൂർത്തികൾ: പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്ന് നമ്മൾ മലയാളികൾ പറയും. അപ്പോൾ ബ്ലഡ് പ്രഷർ നമ്മുടെ കൺട്രോൾ ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ, ഡയബറ്റിസ് സ്റ്റാറ്റസ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അത് കൺട്രോൾഡ് ആണോ എന്ന് നോക്കണം. 3-മത്തെ വളരെ ഇമ്പോർട്ടൻറ്റ്, യങ്സ്റ്റേഴ്സിൽ എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ കൊളസ്ട്രോൾ ലെവൽസ് ആണ്. അപ്പം LDL എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോൾ, HDL എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ജനറലി. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ. പിന്നെ മറ്റൊരു വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ആദ്യം ഒരു ഇത് കാണിക്കുമല്ലോ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, വലിയ വില കൊടുക്കേണ്ടത്. അപ്പോൾ പുകവലി തീർച്ചയായിട്ടും സ്മോക്കിംഗ് ഇപ്പോഴും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ, ഇപ്പോൾ ഒരു യങ് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് സ്മോക്കറാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്മോക്കിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കേരളത്തിൽ സ്ത്രീകളെല്ലാത്തിലും മുമ്പിലാണ്. അതുപോലെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ സ്മോക്കിംഗ് നമ്മൾ പൊതുവെ പറയും മെയിൽസ് മാത്രമേ സ്മോക്കിംഗ് ഉള്ളൂ, പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഫീമെയിൽസിലും സ്മോക്കിംഗ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ സ്മോക്കിംഗ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു പേഷ്യൻറ്റ് 30 വയസ്സിൽ കാർഡിയക് അറസ്റ്റ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന എമർജൻസി കാഷ്വാലിറ്റി വെച്ച് തന്നെ ഡെത്തായ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഫാദറിന് വളരെ ചെറുപ്പത്തിലേ തന്നെ 40s തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോൾ ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ, അതായത് ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, അതായത് നമ്മുടെ പേരൻസ്, നമ്മുടെ സിബ്ലിങ്സ് എന്നുള്ളവർക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഒരു വീട്ടിലൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും പേടിച്ച് ജീവിക്കണമെന്നല്ല, വേണ്ട പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം. പിന്നെ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒബീസിറ്റി, അമിതവണ്ണം കൂടി വരുന്ന സിറ്റുവേഷൻ ആണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, എക്സസൈസ് അഡിക്വേറ്റ് ആയിട്ട് ഇല്ല എന്നുള്ള സിറ്റുവേഷൻ, പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ തൂഫാൻ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രഗ് അബ്യൂസും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഹാർട്ടിന് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ടാകും. പ്രത്യേകിച്ച് കൊക്കൈൻ, MDMA പോലുള്ള പദാർത്ഥങ്ങൾ നമുക്ക് ഹാർട്ടിന് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാ ഫാക്ടേഴ്സും പ്രോബ്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർ പറയാറുണ്ട് കോവിഡിന് ശേഷം തീർച്ചയായിട്ടും കോവിഡ് വൈറസ്
തന്നെ ഈ ഹാർട്ടിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രക്തക്കട്ട പിടിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു വൈറസാണ്. അതും ഒരു ഫാക്ടറാണ്. പിന്നെ റീസെന്റ് ആയിട്ട് ഒരു പഠനങ്ങളിൽ കണ്ടുവരുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഇതൊക്കെ പോസിബിൾ ആണ്. ലൈക്ക് നമ്മുടെ എൻവയറമെന്റൽ പൊല്യൂഷൻ തന്നെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസിന്റെ രക്തക്കൊള്ളികളിൽ അല്ലെങ്കിൽ ബ്ലഡിൽ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ലെവൽ വരെ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഈവൻ ദി എൻവയറമെന്റ്, സോ ഇറ്റ്സ് എ ഹോൾ പ്രോസസ്. ഒരു ഒറ്റ കാരണം കൊണ്ടല്ല, പല ഫാക്ടേഴ്സും ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു ടേമാണ് ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും. അപ്പൊ ഇത് രണ്ടും എല്ലാവരും വിചാരിക്കും ഹാർട്ട് അറ്റാക്ക് വരാന്ന് പറഞ്ഞാൽ കാർഡിയാക് കാർഡിയാക് അറസ്റ്റ് മീൻസ് ഹാർട്ട് അറ്റാക്ക്. അപ്പം എന്താണ് ഇത് രണ്ടും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോ, ഡിഫറൻസ് ഉണ്ടോ, എന്താണ്? കറക്റ്റ്. ഇത് രണ്ട് ഡിഫറെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു 1-2 ഉദാഹരണം വെച്ച് നമുക്ക് പറയാം മനസ്സിലാവാനായിട്ട്. അപ്പോൾ നമ്മൾ മഹേഷിന്റെ പ്രതികാരം സിനിമ കണ്ടിട്ടുണ്ട്, നല്ല സൂപ്പർ സിനിമയായിരുന്നു. അപ്പോൾ അതിനകത്ത് ബേബിച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഹാർട്ട് അറ്റാക്ക്, നെഞ്ചുവേദന ഉണ്ടാകുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട് ഒരു സീറ്റിൽ. അപ്പോൾ അതിൽ അദ്ദേഹം പെട്ടെന്ന് നെഞ്ചിനകത്ത് പിടിക്കുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം വരുന്ന ഉടനെ ചികിത്സിക്കാൻ നോക്കും. അപ്പോൾ അത് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഉദാഹരണമാണ്. അദ്ദേഹം അതിൽ അഭിനയിക്കുകയാണ്, പക്ഷെ ഹാർട്ട് അറ്റാക്കിന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഹാർട്ട് അറ്റാക്ക്. അതായത് നമുക്ക് ഹാർട്ടിന് രക്തം നൽകുന്ന രക്തധമനികളുണ്ട്, അതിൽ പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടായിട്ട് ഹാർട്ടിലേക്ക് രക്തോട്ടം കുറഞ്ഞ് പേഷ്യന്റിന് നെഞ്ചുവേദന അല്ലെങ്കിൽ പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഹൃദയാഘാതത്തെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു സംഭവമാണ്. ഹാർട്ട് അറ്റാക്ക് ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാക്കാം, പക്ഷെ കാർഡിയാക് അറസ്റ്റിന് കാരണം ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ടും കാർഡിയാക് അറസ്റ്റ് വരാം. ഉദാഹരണത്തിന് നമ്മുടെ ഓം ശാന്തി ഓശാന സിനിമയിൽ ഒരു MBBS ക്ലാസ് എടുക്കുന്ന ഒരു പ്രൊഫസർ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. ലെറ്റ്സ് ലേൺ അബൌട്ട് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുക. അദ്ദേഹം തന്നെ അവിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സീന് തമാശ രൂപേണ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ബോധം പോയി, പൾസ് ഇല്ല, ബ്രീത്തിങ് ഇല്ല, ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ്. അതായത് അപ്പോൾ അതിന് പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ് CPR അല്ലെങ്കിൽ ഷോക്ക് അല്ലെങ്കിൽ മറ്റു ചികിത്സ ചെയ്തില്ലെങ്കിൽ രോഗി മരിക്കും എന്നുള്ള സിറ്റുവേഷനാണ് കാർഡിയാക് അറസ്റ്റ്. അപ്പം കോമൺ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാം, പക്ഷെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാൻ ഹാർട്ട് അറ്റാക്ക് തന്നെ വേണമെന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ലങ്ങിന് ഡിസീസ് വന്ന് ബോഡിയിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞു വന്നാലും അത് കാർഡിയാക് അറസ്റ്റിലേക്ക് നയിക്കാം. ഒരാൾ ഡ്രൗൺ ചെയ്യുകയാണെങ്കിലും അത് കാർഡിയാക് അറസ്റ്റിലേക്ക് വരും. ഒരാൾക്ക് ഷോക്ക് അടിക്കുകയാണെങ്കിൽ അത് കാർഡിയാക് അറസ്റ്റിലേക്ക് നയിക്കാം. കാർഡിയാക് അറസ്റ്റ് ഇസ് എ ബ്രോഡ് ടേം. കാർഡിയാക് അറസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഹാർട്ട് അറ്റാക്ക്. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ വേറൊരു ടേമാണ് ഹാർട്ടിൽ ബ്ലോക്ക് വന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റുമോ? ഇൻ കേസ് നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഇതിന് ആവശ്യമായിട്ടുള്ള? ചില പേഷ്യൻസിന് തീർച്ചയായിട്ടും ഒരു നെഞ്ചുവേദന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷൻ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. ചില ആൾക്കാർക്ക് ഹാർട്ടിൽ ബ്ലോക്കുകൾ ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പല ടെസ്റ്റുകൾ ചെയ്യും. ഇപ്പൊ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമുക്ക് ടെസ്റ്റുകളോടാണ് താല്പര്യം, പക്ഷെ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനം ആ പേഷ്യന്റിന്റെ, ആ പേഴ്സന്റെ രോഗലക്ഷണങ്ങൾ, സിംറ്റംസ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പൊ സാധാരണ ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് ഹൃദയത്തിലേക്ക് രക്തോട്ടം ആവശ്യത്തിന് കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റം നമ്മൾ അൻജൈന എന്ന് പറയും. അതായത് നെഞ്ചിലുണ്ടാകുന്ന വേദനയാണ് അൻജൈന എന്ന് പറയും. അത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ നെഞ്ചിന്റെ നടുക്കോ ഇടതുവശത്തോട്ടോ ആണ്. ഹാർട്ട് ഗവൺമെന്റ് മാറിയാലും ഇല്ലെങ്കിലും ഹാർട്ടിന് ഒരു അല്പം ഇടതുവശ ചായവുള്ള അവയവമാണ്. അപ്പോൾ യൂഷ്വലി ലെഫ്റ്റ് സൈഡിലാണ് നെഞ്ചുവേദന വരുന്നത്. ചിലർക്ക് നെഞ്ചിന്റെ നടുക്ക് വരാം. ഈ വേദന പല ആൾക്കാരും പല രീതിയിലാണ് പറയുന്നത്. ചിലർ പറയും ഒരു ഭാരം പോലെ, ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു കട്ടി എന്തോ പ്രസ് ചെയ്യുന്ന പോലെ. ചിലർ പറയും നെഞ്ചിലൊരു പുകച്ചൽ, അല്ലെങ്കിൽ ചിലർ പറയുന്നത് മുളകരച്ച് നെഞ്ചിൽ തേക്കുന്ന പോലെ ഇരിക്കുന്ന പോലെ. ഇപ്പൊ പല ഏരിയാസിൽ പല ആൾക്കാർ പല രീതിയിലാണ് പറയും. അപ്പൊ ഈ സിംറ്റം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു എക്സർഷൻ ചെയ്യുമ്പോഴാണ്. ഒരു സ്പീഡിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു കയറ്റം കയറുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു കൊച്ചുമക്കളെ ആരെങ്കിലും എടുത്തുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ പെട്ടി പൊക്കി പെട്ടെന്ന് നടക്കുന്നു. അപ്പോൾ ഒരു എഫേർട്ട് വരുന്ന സമയത്ത് നെഞ്ചിനകത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതിനെയാണ് നമ്മൾ എഫേർട്ട് അൻജൈന എന്ന് പറയുന്നത്. റെസ്റ്റ് എടുക്കുമ്പോൾ അത് കുറച്ച് കുറയും. അതാണ് അതിന്റെ ക്ലാസിക്കൽ ലക്ഷണം. ഈ പെയിന് ഹാർട്ടിന്റെ നെഞ്ചിലോ നടുക്കോ ലെഫ്റ്റ് സൈഡിലോ വരാം. അതുപോലെ തന്നെ ഇവിടുന്ന് വ്യാപിക്കാം. അതിന് നമ്മൾ റേഡിയേഷൻ എന്ന് പറയും. അതായത് ഇവിടുന്ന് വേദന വന്ന് കഴുത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഇടത് കൈയിലേക്ക് ആ പെയിൻ വ്യാപിക്കുന്നു, അതിന് റേഡിയേഷൻ. ഇപ്പൊ ഇന്നലെ കണ്ട ഒരു പേഷ്യന്റ് പറഞ്ഞു, ഡോക്ടർ എനിക്ക് നെഞ്ചുവേദന ഇല്ല, പക്ഷെ സ്പീഡിൽ നടന്നു കഴിയുമ്പോൾ എന്റെ 2 താടികളിൽ ഇവിടെ ഒരു പിടുത്തം പോലെ ഉണ്ടാകും. അപ്പൊ നെഞ്ചിൽ വേദനയില്ല, പക്ഷെ ഇവിടെ താടിയില്ല. അപ്പൊ അതും ഒരു അൻജൈനയുടെ ലക്ഷണമാണ്. എന്ന് വെച്ചാൽ പല്ലുവേദനയുള്ള എല്ലാവരും ഹാർട്ട് അറ്റാക്ക് ആണെന്നല്ല, എക്സർഷനിൽ ഉണ്ടാകുന്ന താടിയുടെ എല്ലിനുള്ള ഇവിടുത്തെ വേദനയും നമുക്ക് അൻജൈനയുടെ ഈ ബ്ലോക്കിന്റെ ലക്ഷണം ആകാം. പിന്നെ ചില പേഷ്യൻസിന് ഈ പെയിൻ ഇവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് ബാക്കിലേക്ക് വരാറുണ്ട്. ചിലർക്ക് അതിന്റെ കൂടെയുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് വേദനയുടെ കൂടെ തന്നെ കിതപ്പ് ഉണ്ടാവും, ശ്വാസം വലിയുണ്ടാവും. ചിലർക്ക് അമിതമായ വിയർപ്പ്, വേദനയുടെ കൂടെ അമിതമായി പെട്ടെന്ന് വിയർക്കും. ചിലർ പറയും ഡോക്ടറെ കുളിച്ച് നനഞ്ഞ പോലെ വിയർത്തു എന്ന് പറയും. നെഞ്ചുവേദന വന്നു, ഒരു 10-15 മിനിറ്റ് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, കുളിച്ച് നനഞ്ഞ പോലെ വിയർത്തു. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഇപ്പോൾ ചെസ്റ്റ് പെയിന്, ശ്വാസം മുട്ടല്, പിന്നെ അതുപോലെ തന്നെ ഈ അമിതമായിട്ടുള്ള അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വിയർപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാർട്ടിൽ ബ്ലോക്കിന്റെ ലക്ഷണങ്ങളാണ്.
ചൂട് വന്നാൽ വിയർക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വിയർക്കുന്നതല്ല. ഈ സിംറ്റംസ് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ അതിനെ ഹാർട്ടിൻ്റെ ആണോ എന്ന് സംശയിക്കും. അപ്പോൾ രോഗലക്ഷണം മനസ്സിലാക്കുക എന്നുള്ളത് ഏർലി ഡയഗ്നോസിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ സിംറ്റംസ് മൈൻഡ് ചെയ്യാതെ ഇത് ഗ്യാസിൻ്റെ ആണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ആണെങ്കിലും ആദ്യം ഒരു സിംറ്റം വന്നാൽ ഒന്നുമില്ല, നമുക്ക് അതാണല്ലോ നമ്മുടെ ആഗ്രഹം, അപ്പം നമ്മൾ എന്തെങ്കിലും ഗ്യാസിൻ്റെ ഗുളിക കഴിക്കും, ചിലർ സോഡ നാരങ്ങ കുടിക്കും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാം. പിന്നെ ഉള്ളതാണ് നമ്മൾ അടുത്ത ടെസ്റ്റുകളിലേക്കാണ് നമ്മൾ സാധാരണയായിട്ട് പോകുന്നത്. ടെസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഹാർട്ടിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിൽ ഇപ്പോൾ എല്ലാത്തിലും ABCD എന്ന് പറയുന്ന പോലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ECGയും എക്കോ ടെസ്റ്റുമാണ്. ECG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എല്ലാം പോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹൃദയവും പ്രവർത്തിക്കുക. അപ്പോൾ ഹാർട്ടിനകത്ത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, അത് പോയിട്ടാണ് ഹാർട്ടിനെ കൺട്രാക്ട് ചെയ്യുക. അപ്പോൾ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി അറിയാനുള്ള ട്രേസിങ്ങിലൂടെ അറിയുന്ന ടെസ്റ്റാണ് ECG. ഇപ്പോൾ ഒരു നെഞ്ചുവേദന ഉള്ള പേഷ്യന്റിന് ECGയിൽ വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് ഒരു 90% പേഷ്യൻസിന് മേജർ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ECGയിൽ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പം നമുക്ക് ECGയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ചില പേഷ്യൻസിന് ECGയിൽ മേജർ വേരിയേഷൻസ് കാണത്തില്ല, ചിലപ്പോൾ വേറെ ടെസ്റ്റുകൾ വേണ്ടി വരും. അല്ലെങ്കിൽ ആദ്യത്തെ ECGയിൽ ചിലപ്പോൾ വേരിയേഷൻ കാണത്തില്ല, കുറച്ച് കഴിഞ്ഞെടുക്കുന്ന ECGയിലായിരിക്കാം വേരിയേഷൻ വരും. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ എക്കോ സ്കാൻ. നമ്മൾ വയറും തൈറോയിഡും ഒക്കെ സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ ഹാർട്ടിന്റെ സ്കാനിങ് ഒരു മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തത്സമയ സംപ്രേക്ഷണം, ഒരു ലൈവ് ടെലികാസ്റ്റ് ഓഫ് ദ കാർഡിയാക് ഫംഗ്ഷൻ, അതാണ് നമ്മൾ എക്കോയിലൂടെ കാണുന്നത്. അപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യുന്നത്, അതിന്റെ വാൽസ് ഫംഗ്ഷൻ ചെയ്യുന്നത്, രക്തോട്ടം, ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ മേജർ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആണെങ്കിൽ പലർക്കും നമുക്ക് ഈ എക്കോയിലെ വേരിയേഷൻസ് ഉണ്ടാകും. എന്നാൽ ഹാർട്ടിൽ ബ്ലോക്കുള്ള എല്ലാവർക്കും എക്കോയിലെ വേരിയേഷൻസ് വരണമെന്നില്ല. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയിൽ പറയുമല്ലോ, എങ്ങനെ മരിക്കണമെന്ന് ക്യാപ്റ്റൻ രാജു ചോദിക്കുമ്പോൾ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ വരെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ടെസ്റ്റുകൾ നമുക്കുണ്ട്. പക്ഷേ എല്ലാ രോഗികൾക്കും എല്ലാ ടെസ്റ്റ് അനുയോജ്യമല്ല. ഓരോ പേഷ്യൻറ്റിനും ആ സിറ്റുവേഷൻ അനുസരിച്ച് ഒരാൾ OPയിൽ വന്ന് ചെക്കപ്പിന് ചെയ്യുന്ന ടെസ്റ്റുകളായിരിക്കില്ല ഒരാൾ നെഞ്ചുവേദനയായിട്ട് കാഷ്വാലിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് വരും. ECGയും എക്കോയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് ട്രോപ്പോണിൻ എന്ന് പറയുന്ന ടെസ്റ്റ്. അതൊരു ബ്ലഡ് ടെസ്റ്റാണ്. ട്രോപ്പോണിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അത് ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിന് ബ്ലഡിൽ ഈ ലെവൽ കൂടും. ഒരു നെഞ്ചുവേദന ഉണ്ടായ ഒരാൾക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്രോപ്പോണിൻ പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രോപ്പോണിൻ ലെവൽ അമിതമായിട്ട് കാണുകയാണെങ്കിൽ ഇത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് ഏകദേശം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഒരു നെഞ്ചുവേദന വന്നു, എന്നെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയിട്ട് ഒരു ട്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഈ ബ്ലഡ് ലെവൽ ഇൻക്രീസ് ചെയ്ത് വരാൻ ഒരു കുറച്ച് മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ രാവിലെ നെഞ്ചുവേദന ഉണ്ടായ ഒരാൾക്ക് ഉച്ചയ്ക്ക് ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. പക്ഷെ അത്രയും നമുക്ക് ഡിലേ ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ബാക്കി എല്ലാ ടെസ്റ്റുകളുടെയും സിറ്റുവേഷൻ അനുസരിച്ച് നോക്കണമെന്ന്. അപ്പോൾ ചിലർ പറയും OPയിൽ ജസ്റ്റ് ചെക്കപ്പിന് വരുന്ന ചിലർ ട്രോപ്പോണിൻ വെറുതെ ചെയ്തിട്ട് വരും. അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല, ഒരു സിംറ്റവുമായിട്ട് കോറിലേറ്റ് ചെയ്താണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ്. ഇതെല്ലാം അല്ലാത്ത സിറ്റുവേഷൻ, ഒരു നെഞ്ചുവേദന അല്ലാത്ത ഒരാൾ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്നത്, അല്ലെങ്കിൽ ഒരു സിംറ്റം ഉണ്ട്, ഇത് ഹാർട്ടിന്റെ ആണോ എന്ന് സംശയമുണ്ട്, ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ TMT ടെസ്റ്റ് എന്ന് പറയും, ട്രെഡ്മിൽ ടെസ്റ്റ്. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ട്രെഡ്മിലുണ്ട്, അതേപോലെ തന്നെ ഒരു മെഷീനിൽ നമ്മൾ പേഷ്യന്റിനെ നടത്തിക്കുന്നു. നടക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ECG റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ പേഷ്യന്റിനെ എക്സേർട്ട് ചെയ്യുമ്പോൾ ഹാർട്ട് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ആവശ്യത്തിനുള്ള ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു മേജർ ബ്ലോക്കുകൾ ഉള്ള പേഷ്യൻസിന് ഒരു 90% ആൾക്കാർക്ക് നമുക്ക് TMTയിൽ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരാളുടെ ECG നോർമലാണ്, എക്കോ നോർമലാണ്. ട്രെഡ്മിൽ ടെസ്റ്റ് ഓടുന്ന സമയത്ത് ECGയിൽ പുതിയതായിട്ട് വേരിയേഷൻസ് വന്നാൽ ഓക്കെ, ഈ പേഷ്യന്റിന് ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൊണ്ടെന്നല്ല, ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നൊക്കെ മനസ്സിലാക്കാം. അതാണ് ട്രെഡ്മിൽ ടെസ്റ്റ്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ചെറിയ ശതമാനം പേഷ്യൻസ് ചെറിയ ബ്ലോക്കുകളോ അല്ലെങ്കിൽ മേജർ ബ്ലോക്ക് അല്ലെങ്കിലോ നമുക്ക് TMTയിലും ചിലപ്പോൾ അറിയാൻ പറ്റണമെന്ന് ഇല്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ബാക്കി വേറെ ടെസ്റ്റുകളിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് വളരെ കൃത്യമായിട്ട് അറിയണം, ഒരു സംശയവും ഇല്ലാതെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റാണ്. നമ്മൾ കാർഡിയോളജിസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ. അത് നമ്മൾ യൂഷ്വലി കയ്യിൽ അല്ലെങ്കിൽ കാലിലൂടെ ഒരു ചെറിയ ട്യൂബ് വഴി നമ്മൾ ഹാർട്ടിനകത്ത് ചെന്നിട്ട് ഒരു മെഡിസിൻ, ഒരു കോൺട്രാസ്റ്റ് ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് നമുക്ക് ലൈവായിട്ട് ബ്ലഡ് ഫ്ലോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ എത്ര ശതമാനം ബ്ലോക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണോ, ഏത് രക്തക്കുഴലിലാണ് ബ്ലോക്ക്, ഇത് പ്രശ്നമുള്ള ബ്ലോക്കാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതല്ലാതെയുള്ള ടെസ്റ്റ് ഇത് നമ്മൾ ഇൻവേസീവ് ആണ്, കാരണം നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് ട്യൂബ് ഹാർട്ടിനകത്ത് കൊണ്ടുപോയിട്ടാണ് ചെക്ക് ചെയ്തത്. നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ചില ടെസ്റ്റുകളുണ്ട്, അതായത് നമുക്ക് ഈ ട്യൂബ് ഒന്നും ഹാർട്ടിനകത്ത് കൊണ്ടുപോകാതെ തന്നെ ബ്ലോക്ക് അറിയാനുള്ള ചില ടെസ്റ്റുകളുണ്ട്. അതിൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് CT കൊറോണറി കാൽഷ്യം സ്കോർ എന്ന് പറയും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. CT കാൽഷ്യം സ്കോർ. ഇപ്പോൾ പേഷ്യൻസ് ഇങ്ങോട്ട് വന്ന് ചോദിക്കണം, അപ്പോൾ എനിക്കൊന്ന് കാൽഷ്യം സ്കോർ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻസോട്. കാൽഷ്യം സ്കോർ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, കാൽഷ്യം നമ്മുടെ ബോൺസിലാണ് നോർമലി ഉള്ളത്. ഹാർട്ടിൽ നോർമലി തന്നെ കാൽഷ്യം ഡെപ്പോസിറ്റ് ഹാർട്ടിലെ രക്തക്കുഴലിൽ വരാറില്ല. അപ്പം നമ്മുടെ
ഇപ്പോൾ അഞ്ജുവിനെ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളുടെ നമുക്ക് CT കാൽഷ്യം സ്കോർ എടുത്തു കഴിഞ്ഞാൽ കാൽഷ്യം സ്കോർ 0 ആയിരിക്കും. അപ്പോൾ 0 ആണെങ്കിൽ ഓക്കെ, ദർ ഇസ് നോ കാൽഷ്യം ഇൻ ദി ബ്ലഡ് വെസൽ. അപ്പോൾ അതിനകത്ത് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്, റൂൾ ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിരുന്നാലും നമ്മുടെ കാൽഷ്യം സ്കോർ 0യ്ക്ക് മുകളിൽ, അതായത് 100 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അത്രോസ്ക്ലെറോസിസ് എന്നാണ് നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടാകുന്ന പ്രക്രിയ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രക്തധമനികളിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടാകുക. അപ്പോൾ കാൽഷ്യം സ്കോർ കൂടുതലാണെങ്കിൽ ഈ പേഷ്യന്റിന് ബ്ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കും. പക്ഷെ കാൽഷ്യം സ്കോറിലൂടെ നമുക്ക് സാധ്യതയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ടെന്നോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയും. നമ്മൾ കാർഡിയോളജിസ്റ്റ് ചെയ്യുന്ന ആൻജിയോഗ്രാം പ്രൊസീജിയർ തന്നെ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ്. അത് ആൻജിയോഗ്രാമിന്റെ അത്രയും 100% ആക്യുറേറ്റ് അല്ല, പക്ഷെ ഒരു 90% ആക്യുറസിയിൽ ഏകദേശം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. അത് സ്കാനിങ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ സ്കാൻ ചെയ്യുന്ന ഡോക്ടേഴ്സാണ് അത് യൂഷ്വലി ചെയ്യുന്നത്. അത് ഇതുപോലെ തന്നെ ഡൈ തന്നെ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഹാർട്ടിനകത്ത് പോയിട്ടല്ല, നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന പോലെ കയ്യിൽ ക്യാൻഡിലിട്ടിട്ട് ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നോക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടോ, ബ്ലോക്ക് ഉണ്ടോ, എത്ര ശതമാനമാണ്. അപ്പോൾ അതിനകത്ത് CT ആൻജിയോഗ്രാമിൽ മേജറായിട്ട് ബ്ലോക്ക് ഇല്ലാത്ത ആൾക്കാർ ആണെങ്കിൽ നമുക്ക് ആൻജിയോഗ്രാമിലേക്ക് പോകേണ്ട കാര്യമില്ല, ബാക്കി മെഡിക്കേഷൻസ് ഒക്കെ ആയിട്ട് പോകും. CT ആൻജിയോഗ്രാമിന് വളരെ ഗൗരവമായിട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെയിൻ ആൻജിയോഗ്രാം ചെയ്ത് അത് കൺഫേം ചെയ്യും, അതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ പോവുകയും വേണം. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ റീൽസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ ജിമ്മിലൊക്കെ എക്സസൈസ് ചെയ്യുന്നവർ എക്സസൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് കാണാം. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവർ മരിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്? അമിതമായിട്ടുള്ള വ്യായാമം അതൊരു ദോഷം വരുത്തുന്ന ഒരു കാര്യമാണോ? വ്യായാമം തീർച്ചയായിട്ടും നല്ലതാണ്, നല്ല ഒരു കാര്യമാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ 2 വീഡിയോ കണ്ടു എന്ന് വെച്ചിട്ട് നമ്മൾ ആരും വ്യായാമം നിർത്തേണ്ട കാര്യമല്ല. വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മുടെ പ്രോബ്ലം പലപ്പോഴും നമുക്ക് വ്യായാമം സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പറയുന്നതാണ്, ആദ്യം ജിമ്മിൽ ചേരും, കുറച്ച് ദിവസം പോകും, പിന്നെ അത് കഴിയുമ്പോൾ നിൽക്കും. വീട്ടിൽ ട്രെഡ്മിൽ മെഷീൻ വാങ്ങിക്കും, കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ തുണി ഇടുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻ. അപ്പം റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യങ് ഏജിൽ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എക്സസൈസ് നമുക്ക് ഗുഡ് എക്സസൈസ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയറോബിക് ആയിട്ടുള്ള എക്സസൈസസ്, അതായത് ഉദാഹരണത്തിന് റണ്ണിങ്, വാക്കിങ്, ജോഗിങ്, ഇങ്ങനെയുള്ള എക്സസൈസ്, അല്ലെങ്കിൽ സ്വിമ്മിങ്, സൈക്ലിങ്, ഇതെല്ലാം വളരെ നല്ല മോഡ്സ് ഓഫ് എക്സസൈസ് ആണ്. ഇതല്ലാതെ നമ്മൾ സ്ട്രെങ്ത് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസസ്, അതായത് പുഷപ്സ്, മറ്റ് ജിമ്മിലെ വർക്കൗട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആരോഗ്യ സംഘടനകളുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഐഡിയലി ആഴ്ചയിൽ 5 ദിവസം ഒരു 30 മിനിറ്റ് എക്സസൈസ് ചെയ്യണം, എറോബിക് എക്സസൈസ്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ബിൽഡിംഗ് എക്സസൈസസ് ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. പലപ്പോഴും സംഭവിക്കുന്നത് ഇത് അൺഅക്കസ്റ്റംഡ് ആയിട്ട് പോയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴാണ്. കാരണം നമ്മുടെ ബോഡി അതിന് ട്യൂൺഡ് അല്ല, നമ്മുടെ ഹാർട്ട് അതിന് ട്യൂൺഡ് അല്ല. അപ്പോൾ ഒരു എക്സസൈസും ചെയ്യാതിരിക്കുന്ന ആൾ പെട്ടെന്ന് പോയിട്ട് ജിമ്മിൽ കയറിയിട്ട് എല്ലാ അഡ്വാൻസ് എക്സസൈസും ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റീൽ ഇടാൻ വേണ്ടി വേറെ പല അഭ്യാസങ്ങളും കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ പലപ്പോഴും പ്രോബ്ലംസ് വരാം. അപ്പം നമ്മൾ എക്സസൈസിന് എപ്പോഴും ഒരു നല്ല വാമപ്പ് പീരീഡ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു കൂളിംഗ് ഡൗൺ പീരീഡ്, എക്സസൈസിന് മുമ്പ് ഒരു വാമപ്പും എക്സസൈസിന് ശേഷം ഒരു കൂളിംഗ് ഡൗൺ പീരീഡും ആവശ്യമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഒരു 40s ഒക്കെ ആകുമ്പോഴാണ് പലരും ഹെൽത്ത് കോൺഷ്യസ് ആയി തുടങ്ങുന്നത്. കേട്ടോ, ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു എൻ്റെ ഒരു സജഷൻ, ഒരു ജിം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഒരു ബേസിക് ഇവാലുവേഷൻ ചെയ്ത് ഒരു എക്സസൈസ് ചെയ്യാൻ നമ്മുടെ ബോഡി, നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആണോ എന്ന് ഒന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയുള്ള അഡ്വാൻസ് എക്സസൈസിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഈ പ്രായമായവരിലും അതേപോലെ നമ്മുടെ ഈ യങ് ഏജിലുള്ള ആൾക്കാരും തമ്മിലുള്ള ഈ ഹാർട്ട് ഡിസീസ് നമുക്ക് എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാം? ഇത് 2 കൂട്ടരിലും ഇത് വ്യത്യസ്തമായിട്ടായിരിക്കും വരിക. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പ്രായമായിട്ടുള്ളവരിലും യങ് ഏജിലുള്ളവരും ഏകദേശം സിംറ്റംസ് എല്ലാം ചെറുപ്പക്കാരിലാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ പ്രായമുള്ളവർക്ക് ചിലപ്പോൾ സൈലന്റ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക്, അതായത് വേദന ഇല്ലാതെയുള്ള, ചിലത് വേദനയായിട്ടായിരിക്കില്ല അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ അവർക്ക് ശ്വാസം മുട്ടായിരിക്കാം, നടക്കുമ്പോൾ കിതപ്പ്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ടാകും. ബട്ട് ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സിംറ്റംസ് തന്നെയാണ് ഇതിന് കോമൺ ആയിട്ട് വരുന്നത്. രോഗലക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ ചില വ്യത്യാസങ്ങളുള്ളത്, ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക് നാച്ചുറലി വരുന്നതോടും ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പല സ്ഥലങ്ങളിൽ ബ്ലോക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. കാൽഷ്യം ഡെപ്പോസിറ്റ് കൂടുതലുള്ള ബ്ലോക്കുകൾ വരാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കാൽഷ്യം സ്കോറിന്റെ കാര്യം പറഞ്ഞു. കാൽഷ്യം സ്കോർ 0 ആണെങ്കിൽ 90% ആൾക്കാർക്കും ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ എപ്പോഴും ചില ഇപ്പം ഉദാഹരണത്തിന് റീസെന്റ് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, കാൽഷ്യം സ്കോർ 0 ആണ്, പക്ഷെ നല്ല സിംറ്റം ഉണ്ട്, പേഷ്യന്റ് നെഞ്ചുവേനയുണ്ട്. കാൽഷ്യം സ്കോർ നോക്കുമ്പോൾ 0 ആണ്, പക്ഷെ നല്ല സിംറ്റം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന് സിംറ്റം ഉള്ളത് കൊണ്ട് ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ 90% ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു 40 വയസ്സേ ആളിനുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ടെസ്റ്റും 100% ഫുൾ പ്രൂഫ് അല്ല. നമ്മൾ പേഷ്യന്റിന്റെ സെനാറിയോ അനുസരിച്ചിട്ട് വേണം ഏത് ടെസ്റ്റ് വേണം എന്നുള്ളത് തീരുമാനിക്കും. ഈ നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു, ഈ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഈ ഗ്യാസ് ട്രബിൾ വരുന്ന കാരണങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അതായിരിക്കില്ല, ചിലപ്പോൾ അത് ഹാർട്ട് അറ്റാക്കിന്റെ എന്തെങ്കിലും ഒരു ബിഗിനിങ് ആയിരിക്കാം. അപ്പൊ അത് പറഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം കോമൺ ആയിട്ട് വരുന്നത്? ചിലരിപ്പം ഇത് വന്നാലും അത് നെഞ്ചരിച്ചിലായിരിക്കാം, ഗ്യാസ് ട്രബിൾ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ വളരെയധികം ലഘുവായിട്ട് അതിനെ കാണും. സോ ആ ഒരു ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചെസ്റ്റ് പെയിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അഞ്ചൈന എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരു എഫേർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സിംറ്റം ആണെങ്കിൽ നാച്ചുറലി നമുക്കത് കൂടുതലും ഹാർട്ടിന്റെ പ്രശ്നം തന്നെയാണോ എന്നുള്ളത് സംശയം. എന്ന് വെച്ചിട്ട് എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്ക് ആണോന്നില്ല. അപ്പം നമ്മൾ ആക്ച്വലി പ്രൊമോട്ട് ചെയ്യേണ്ടത് ഹെൽത്തിനെയാണ്, ഡിസീസിനെ അല്ല. അപ്പോൾ പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മൾ വേണ്ട കരുതൽ എടുക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ നെഞ്ചെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. അതിനകത്ത് നമുക്ക് ഹാർട്ടുണ്ട്, ലങ്സ് ഉണ്ട്, ലങ്സിന് ചുറ്റും കവറിംഗ് ഉണ്ട്, ഹാർട്ടിന് ചുറ്റും കവറിംഗ് ഉണ്ട്, ആഹാരം പോകുന്ന ട്യൂബ്, ഈസോഫാഗസ് പോകുന്നുണ്ട്, ഒത്തിരി സ്ട്രക്ചേഴ്സ്, നെർവ്സ്, മസിൽസ് ഇതെല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് ഏതിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും രോഗി അനുഭവപ്പെടുന്നത് നെഞ്ചുവേദനയായിട്ടായിരിക്കും. പക്ഷെ നാച്ചുറലി ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് കൂടുതൽ വരുന്നത് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹാർട്ടിന് ഒരു ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുതൽ കൊടുക്കുന്നത്, അത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു എക്സേർഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് അല്ലെങ്കിൽ നേരത്തെ ഉള്ളതിൽ നിന്നൊരു മാറ്റം കാണുന്നു. ഒരാൾ എന്നോട് പറഞ്ഞത്, ഇപ്പോൾ എല്ലാ വർഷവും ഞാൻ ശബരിമലയിൽ പോകും, സ്മൂത്തായിട്ട് കയറും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത്തവണ കയറ്റം കയറിയപ്പോൾ എനിക്ക് പകുതിയായപ്പോൾ പറ്റുന്നില്ല, മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്ന് ഒരു ചേഞ്ച്. അല്ലെങ്കിൽ ഒരാൾ പറയുന്നു, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നടക്കാൻ പോയി, എല്ലാ ദിവസവും നടക്കാൻ പോകുന്ന, സാധാരണ 1 മണിക്കൂർ നടക്കും, ഇപ്പൊ എനിക്ക് 1/2 മണിക്കൂർ ആകുമ്പോഴേ ഒരു ശ്വാസം മുട്ടല്, നെഞ്ചിനകത്തൊരു പിടുത്തം പോലെ, നിൽക്കേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നടക്കാൻ പറ്റുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നേരത്തെ ഉള്ളതിൽ നിന്നും ഒരു റീസെന്റ് ചേഞ്ച് ഉണ്ടെങ്കിലും നമ്മൾ സംശയിക്കണം. പിന്നെ അക്കമ്പനിങ് സിംറ്റംസ് നമ്മൾ പറഞ്ഞു, നെഞ്ചുവേദനയുടെ കൂടെ റേഡിയേഷൻ, കയ്യിലേക്കുള്ള വ്യാപിക്കുന്ന ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ പെട്ടെന്ന് വിയർപ്പ് പോലെ ഉണ്ടാകും. ഇപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരാൾക്ക് ഈ സിംറ്റംസ് വന്നാൽ സംശയം നമുക്ക് കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് കൊളസ്ട്രോൾ കൂടുതലുള്ള ഒരാൾ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ഒരാൾ ഇങ്ങനെ രോഗലക്ഷണം പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഹാർട്ടിലേക്ക് നമ്മൾ സംശയിക്കും. വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത ഒരാൾ പറഞ്ഞാൽ നമ്മുടെ സംശയം കുറച്ച് കുറവായിരിക്കും. നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ പാരന്റ്സിനൊക്കെ ഈ ഒരു രോഗമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏത് ഏജിലാണ് ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഏജ് മുതൽ നമ്മൾ ഇതിനുള്ള പ്രിക്കോഷൻസ് സ്റ്റാർട്ട് ചെയ്യണം? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ജനറ്റിക് കോൺട്രിബ്യൂഷൻ, അതായത് ഫാമിലി ഹിസ്റ്ററി. അതായത് വീട്ടിൽ വളരെ ക്ലോസ് റിലേറ്റീവ്സിന്, പേരൻസിന് അല്ലെങ്കിൽ ബ്രദേഴ്സ്, സിബ്ലിങ്സ്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടിന് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ ലോങ് ജേണി. നമ്മുടെ ക്രിസ്റ്റഫർ നോളാന്റെ സിനിമ ഇപ്പോൾ ഇറങ്ങുന്നത് ഒഡീസി പോലെ തന്നെ ഒരു നീണ്ട യാത്രയാണ് ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 40 വയസ്സോ ഒക്കെ ആയതിനു ശേഷമല്ല നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടത്. ആക്ച്വലി ഇറ്റ് ഷുഡ് ഐഡിയലി സ്റ്റാർട്ട് ഫ്രം ബർത്ത്. ചിലർ പറയാറുണ്ട് ഗർഭസ്ഥ ശിശുവിന്റെ സിറ്റുവേഷൻ തൊട്ട് തന്നെ ഉള്ള എൻവയറമെന്റ് നമ്മുടെ ഫ്യൂച്ചർ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് മുതൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 40 വയസ്സിൽ വീട്ടിൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയും അവരുടെ മക്കൾ മുതൽ ശ്രദ്ധിച്ചു തുടങ്ങാൻ നമ്മൾ പറയും. കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പറയും കുട്ടികളുടെ കൊളസ്ട്രോൾ ചെക്ക്. അപ്പം ചിലർ ഞെട്ടാറുണ്ട്, ഈ കുട്ടിയുടെ എന്തിനാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത്. ബട്ട് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് നമ്മളത് ശ്രദ്ധിക്കാനാണ്. പ്രത്യേകിച്ച് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. ഫാമിലിയിൽ തന്നെ പല ആൾക്കാർക്ക് LDL കൊളസ്ട്രോൾ, അതായത് ബാഡ് കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരും. യൂഷ്വലി ഒരു 190ക്ക് മുകളിൽ, നോർമലി നമ്മൾ 100 താഴെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 190, 180 ലെവലിൽ കൂടുതൽ ഈ ബാഡ് കൊളസ്ട്രോൾ LDL ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ സംശയിക്കാറ്. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ ഒക്കെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരു 18 to 20 ഇയേഴ്സ് മുതൽ, അതായത് നമ്മളൊരു അഡൾട്ട് ലൈഫിലേക്ക് കയറുന്ന സമയം മുതൽ, ഉദാഹരണത്തിന് ഒരു പ്രൊഫഷണൽ കോളേജിലോട്ടോ അല്ലെങ്കിൽ 12th കഴിഞ്ഞ് പോകുന്ന ആ ഒരു ഏജ് തൊട്ട് നമ്മൾ നമ്മുടെ ഹെൽത്ത് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യണം. ബേസിക് എല്ലാ ടെസ്റ്റുകളും, ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം പോയി ചെയ്യണമെന്നല്ല, ബേസിക് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ നോർമലാണോ, ഷുഗർ നോർമലാണോ, കൊളസ്ട്രോൾ ലെവൽസ് ഓക്കെ ആണോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നോർമൽ ആണെങ്കിൽ ഓക്കെ, ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യും. അതിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതിന് വേണ്ട ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വി ഷുഡ് നോട്ട്, ഇപ്പോൾ നേരത്തെയൊക്കെ പറയുന്നത് 40 ഇയേഴ്സ് കഴിഞ്ഞാൽ എല്ലാവരും ചെക്ക് ചെയ്യും. ഇപ്പോൾ അത് മാറി ഇപ്പോൾ 30s വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ മുമ്പ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റഡി ചെയ്തായിരുന്നു, ഒരു പഠനം ചെയ്തായിരുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ യങ് ഡോക്ടേഴ്സിനെയും സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ്, ടെക്നോ പാർക്കിലെ കുറേ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിനെയും കുറേ പേര് വിളിച്ചിട്ട് നമ്മൾ അവരുടെ എല്ലാ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്തു. എല്ലാവരും യങ് ആൾക്കാരാണ്, 29 ഇയേഴ്സ് ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ.
അപ്പം അപ്പോൾ പോലും നമ്മൾ കണ്ടത് ഒരു 25% ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉണ്ട്, 50% to 70% ആൾക്കാർക്കും കൊളസ്ട്രോളിൽ അബ്നോമാലിറ്റീസ് ഉണ്ട്, 5% ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ വർഷങ്ങൾ മുമ്പാണ്. അപ്പോൾ ഇപ്പം പ്രോബ്ലി അതെല്ലാം ഇപ്പോഴും ചിലപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് ഓൾവേസ് ഗുഡ് ടു സ്റ്റാർട്ട് ചെയ്യാൻ. എല്ലാവരും പോയി എല്ലാ ടെസ്റ്റും ചെയ്യണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ചെറുപ്പത്തിലെ രോഗികളാണോന്നോ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പം പെട്ടെന്ന് ഒരു സർക്കിളിൽ നിൽക്കുകയാണ്, ഒരാൾക്ക് നെഞ്ചുവേദന വരാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്താണ് സിംറ്റംസ് എന്തായിരിക്കും? ഒരു ഫസ്റ്റ് എയ്ഡ് ഓപ്ഷൻസ് നമ്മളിപ്പോൾ ഒരു മുറിഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പോലെ ഒരു ഫസ്റ്റ് എയ്ഡ് ഹാർട്ട് അറ്റാക്കിന് ക്ലിയർ ആയിട്ട് പറയാനില്ല. എങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് അത് റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളതാണ്. ഒരാൾ നെഞ്ചുവേദന വരുന്നു എന്നാടനെ അത് കുഴപ്പമില്ല, നീ ഇവിടെ ഇരിക്കുക, ഗ്യാസ് ആയിരിക്കും, പെട്ടെന്ന് കൂട്ടുകാരനെ വിളിക്കും, നീ ഒരു പെപ്സി വാങ്ങിച്ചോട്ടോ അല്ലെങ്കിൽ ഒരു സോഡ വാങ്ങിച്ചോട്ടോ, അത് കുടിക്കുക, എന്നാൽ രാവിലെ ഒന്നും കഴിച്ചില്ലേ അതിൻ്റെ ആണോ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിലേക്ക് പോയത്. അപ്പോൾ സിംറ്റം ഉണ്ടെങ്കിൽ അത് ഹാർട്ട് അല്ല എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്ന വളർത്തിയപ്പോഴും സിംറ്റം റെക്കഗ്നിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പല പേഷ്യൻസിന് പറ്റുന്ന അവർക്ക് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ അവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് ഹോസ്പിറ്റലിൽ പോകും. അത് കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യും. കാരണം പല സിറ്റുവേഷൻസിന് സംഭവിക്കുന്നത് ഈ നമ്മൾ കാർഡിയാക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസ് എല്ലാവരും അൺഫോർച്ചുനേറ്റ്ലി ആശുപത്രി വരെ പോലും സേഫായിട്ട് എത്തത്തില്ല. അപ്പോൾ വരുന്ന വഴിക്ക് പലർക്കും പ്രശ്നങ്ങൾ വരാറുണ്ട്. കാഷ്വാലിറ്റി എത്തി അഡ്മിഷൻ ആവുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെടുന്ന ജീവനുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് പേഷ്യന്റിനെ ആരെങ്കിലും കൂടെ കൊണ്ടുവരിക, സ്വന്തമായി ബൈക്ക് ഓടിച്ചോ കാർ ഓടിച്ചോ പോവാതിരിക്കുക. പിന്നെ ചിലര് സെൽഫായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നെഞ്ചുവേദന വരുമ്പോൾ ഇത് ഹാർട്ടിന്റെ ആണോ, ഒന്ന് നടന്നു നോക്കാം, ഒന്ന് ഓടി നോക്കാം, കൂടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും സ്വയം ചെയ്യാതിരിക്കുക. അപ്പം പിന്നെ നടക്കുന്നത് എക്സർഷൻ അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഒരാൾക്ക് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് കയറുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടന്നുപോയി വണ്ടിയിൽ ട്രാവൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ മിനിമം സ്ട്രെയിൻ എടുത്ത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ECG എടുത്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ CPR അങ്ങനെയുള്ള നമ്മൾ സിനിമയിലെ കാണാം, ചെസ്റ്റിൽ കംപ്രഷൻ കൊടുക്കുക, അങ്ങനെ അതൊക്കെ കാർഡിയാക് അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇല്ല. അത് നമ്മൾ എല്ലാവരും ഇൻക്ലൂഡിങ് പബ്ലിക് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ലൈഫ് സപ്പോർട്ട് മെക്കാനിസംസ് ആണ്. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം ബ്ലോക്ക് ഉണ്ടാകുന്ന നെഞ്ചുവേദനയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എത്രയും പെട്ടെന്ന് അത് റെക്കഗ്നൈസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മുടെ ഈ യങ്സ്റ്റേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒത്തിരി ഡിഫറെന്റ് ആണ്. നമ്മുടെ ഉറങ്ങുന്ന ഒരു രീതിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ ഒത്തിരി ജങ്ക് ഫുഡ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്യാറുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഡ്രഗ്സിന്റെ യൂസേജും അമിതമാണ്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തുമാത്രം ഈ ഒരു രോഗത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ജെൻസി പൊളിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നാച്ചുറലി ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം, നമുക്ക് മലയാളികൾ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനോട് നല്ല താല്പര്യം. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണിയാണ്. ഇത് ലൈവായിട്ട് പറയുന്നെങ്കിലും ഇതിന് കോൺട്രവേഴ്സി ആവുമെന്ന് അറിയില്ല. എന്തായാലും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ്. അപ്പോൾ പേഷ്യൻസ് എല്ലാ മനുഷ്യരും പേഷ്യൻ്റായി ജീവിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പോൾ നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം, മിതമായി കഴിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഇന്ന ഫുഡ് ടോട്ടലി അവോയ്ഡ് ചെയ്യണം എന്നുള്ളതല്ല, എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം. പക്ഷെ കഴിക്കുന്നത് നമ്മൾ ലിമിറ്റിൽ കഴിക്കുക, കൺട്രോളിൽ കഴിക്കുക. ഓരോരുത്തരുടെ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച് അവരുടെ ലെവൽസ് ഓഫ് ഷുഗർ, കൊളസ്ട്രോൾ, BP ഇതിൻ്റെ എല്ലാം അനുസരിച്ച് നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മൾ വ്യത്യാസം വരുത്തും. അപ്പോൾ തീർച്ചയായിട്ടും ഒബീസിറ്റി വർദ്ധിച്ചു വരുന്ന അമിതവണ്ണം ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. പിന്നെ നമ്മളാരും ഇപ്പോൾ എക്സസൈസ് പൊതുവെ നമ്മുടെ ആൾക്കാർക്കെല്ലാം പൊതുവെ കുറവാണ്. നമ്മളിപ്പോൾ കൂടുതൽ ചെയ്യുന്ന എക്സസൈസ് വിരലുകൊണ്ട് ഫോൺ എടുത്ത് കുത്തുക, കഴുത്ത് താഴോട്ട് വിളിച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്ന എക്സസൈസ്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ നമ്മുടെ തിരക്ക് കൂടുന്തോറും നമ്മൾ എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഇത് റെക്കോർഡിംഗ് ഉണ്ട്, ഇന്ന് രാവിലെ പോകുന്നില്ല, ഇന്നലെ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നില്ല, അപ്പോൾ 2 ദിവസം മുമ്പ് ചെയ്തു, ഇപ്പോൾ 2 ദിവസമായിട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ എന്നെപ്പോലെ എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാ പ്രശ്നമാണ്. പിന്നെ പല പേഷ്യൻസ് ഇപ്പോൾ ഒന്ന് പറയുന്നുണ്ട്, എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ, എന്താ നടക്കാൻ പോകുന്നില്ല, ഇപ്പോൾ അത് നടക്കാൻ പോകുക ഡോക്ടർ, റോഡിൽ ഇറങ്ങിയ പട്ടിയാണ്, നടക്കാൻ വയ്യ എന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഡ്രഗ്സിൻ്റെ ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലൊരു ഹാർട്ട് ഹെൽത്തിന് ഐഡിയലി ഒരു 7 മുതൽ 9 മണിക്കൂർ ഡെയിലി ഉറങ്ങണം. ആവറേജ് നമുക്കൊരു 8 മണിക്കൂർ ഉറക്കം കിട്ടണം. ഇതൊരു 11 മണിക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 7 മണി വരെ ഉറങ്ങുക. ഒരു 8 hours നമുക്ക് കിട്ടുക എന്നുള്ളതാണ് സ്ലീപ്പിൻ്റെ കാര്യത്തിലുള്ളത്. പിന്നെ മെൻ്റൽ സ്ട്രെസ്സ് ഒരുപാട് കൂടി വരുന്നുണ്ട്, പല കാരണങ്ങളുണ്ട്. വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആയിരിക്കാം, ഫാമിലി റിലേറ്റഡ് സ്ട്രെസ് ആയിരിക്കാം, സോഷ്യൽ റിലേറ്റഡ് സ്ട്രെസ് ആയിരിക്കാം. ഇപ്പോൾ പുതിയ മെറ്റാ സ്ട്രെസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ സ്ട്രെസ് അങ്ങനെ ഒരു ടെർമിനോളജി വന്നിട്ടുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമേഴ്സ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ ഇതെല്ലാം സ്ട്രെസ്സും ആക്ച്വലി നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കൂട്ടും, നമുക്ക് ഹാർട്ടിന്റെ ഹെൽത്തിനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ, നമ്മളിപ്പോൾ ഈ ടെസ്റ്റ് എല്ലാം ചെയ്തു, അപ്പോൾ ഒരാൾ നമ്മൾ കണ്ടെത്തുകയാണ് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടെന്നുള്ള, അപ്പോൾ ഈ കണ്ടെത്തുന്ന ഇതിൽ എല്ലാവർക്കും ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ചെയ്യണോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ പല ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. എല്ലാ ബ്ലോക്കുകൾക്കും ചികിത്സ ആൻജിയോപ്ലാസ്റ്റിയാണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൈൽഡ്, മീഡിയം, സിവിയർ ബ്ലോക്കുകൾ എന്ന് പറയുകയാണെങ്കിൽ മൈൽഡ്, മീഡിയം ബ്ലോക്കുകൾക്ക് സാധാരണ മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഉള്ളത്. സാധാരണ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മെഡിസിൻ, കൊളസ്ട്രോൾ ലെവൽസ് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ, അതല്ലെങ്കിൽ BP ബാക്കിയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ്. അപ്പോൾ യൂഷ്വലി നമ്മൾ മെഡിക്കേഷൻ തന്നെയാണ് പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ 70% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബ്ലോക്ക് ഉള്ളതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ മരുന്ന് കൂടാതെയുള്ള ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ ഡിസൈഡ് ചെയ്യും. അപ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആൻജിയോപ്ലാസ്റ്റി വഴിയുള്ള ട്രീറ്റ്മെന്റ്, അതായത് ഞങ്ങൾ കാർഡിയോളജിസ്റ്റുകൾ ഈ ട്യൂബ് വഴി ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ്. അതല്ലെങ്കിൽ ബൈപ്പാസ് സർജറി പോലെയുള്ള ട്രീറ്റ്മെന്റ്സ്, അത് കാർഡിയാക് സർജൻസ് ചെയ്യുന്ന സർജിക്കൽ ട്രീറ്റ്മെന്റ്സ്. അങ്ങനെ രണ്ടും. ഇതിൽ ഏത് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ്. ഒന്ന്, എന്തൊക്കെ തരം ബ്ലോക്കുകളാണ്, ഏതൊക്കെ സ്ഥലത്താണ് ബ്ലോക്കുള്ളത്, എത്ര എണ്ണം ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ ലൊക്കേഷൻ എന്താണ്, അതിൻ്റെ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടോ, പേഷ്യൻറ്റിൻ്റെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പേഷ്യൻ്റെ കിഡ്നി ഫംഗ്ഷൻ എന്താണ്, പേഷ്യൻ്റെ സിംറ്റം എന്താണ്, റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്. ഇങ്ങനെ പല ഫാക്ടേഴ്സും നോക്കിയിട്ടാണ് ഏത് രോഗിക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത് തീരുമാനിക്കും. ഈ മീഡിയം ബ്ലോക്കുകൾ, ഉദാഹരണത്തിന് 50 മുതൽ 70% ബ്ലോക്കുകൾ, ഇന്റർമീഡിയറ്റ് ബ്ലോക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് തീരുമാനിക്കാനായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ ടെസ്റ്റിങ്, ഉദാഹരണത്തിന് ആ ബ്ലോക്ക് രക്തോട്ടം കുറയ്ക്കാൻ സാധ്യതയുള്ള ബ്ലോക്കാണോ എന്ന് അറിയാൻ FFR പോലെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, ടെസ്റ്റുകളുണ്ട്. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിനകത്ത് പോയിട്ട് ക്യാമറ വെച്ചിട്ട് കറക്റ്റ് പെർസെൻറ്റേജും ബ്ലോക്കിന്റെ കോമ്പോസിഷനും അറിയുന്ന OCT അല്ലെങ്കിൽ IVS എന്ന് പറയുന്ന ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഈ ഇന്റർമീഡിയറ്റ് ബ്ലോക്കുകളുടെ ട്രീറ്റ്മെന്റ് എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കും. ഒരിക്കലും ആൻജിയോഗ്രാം ചെയ്ത എല്ലാ രോഗികളും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നല്ല. ആൻജിയോഗ്രാം ഒരു ടെസ്റ്റാണ്, ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. ആ ടെസ്റ്റിന്റെ റിസൾട്ട് അനുസരിച്ചിട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അത് either മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഇന്റർവെൻഷണൽ ട്രീറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആവാം. ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി പേഷ്യന്റ്. ഓക്കെ, ഇനി എനിക്ക് ലാസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഈ ഹാർട്ട് ഡിസീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നാച്ചുറലി കാർഡിയോളജിയിലെ മെജോറിറ്റി ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയാക് സർജറി ഉണ്ട്. അപ്പോൾ കാർഡിയോളജിയിൽ ഞങ്ങൾ 6 കാർഡിയാക് സർജൻസ് ഉണ്ട്. കാർഡിയാക് സർജറിയിൽ ഒരു കാർഡിയാക് സർജനും കാർഡിയാക് അനസ്തെറ്റിസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ബേസിക് ആയിട്ടുള്ള കാർഡിയോളജിയിലെ ടെസ്റ്റുകൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പേഷ്യൻ്റ് അനുസരിച്ചിട്ട് ഏതാണ് ടെസ്റ്റ് എന്നുള്ളത്. പിന്നെ നമുക്ക് ബ്ലോക്കായിട്ട് അറ്റാക്കായിട്ട് വരുന്ന പേഷ്യൻസിന് 24/7 എമർജൻസി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് പല ടൈപ്പിലുണ്ട്. അപ്പോൾ അത് ഏത് ടൈപ്പാണെന്നുള്ളതനുസരിച്ചിട്ടാണ് ഏത് ട്രീറ്റ്മെന്റ് എപ്പോൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2 കാത്ത് ഫെസിലിറ്റീസ്, കാത്ത് ലാബ്സ് നമുക്കുണ്ട്. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൻഷണൽ ഫെസിലിറ്റീസ് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഹൃദയത്തിലെ രക്തക്കുഴലിന്റെ ഘടന കറക്റ്റായിട്ട് മനസ്സിലാക്കാനും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻഡിങ്ങും എല്ലാം ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ്, അതായത് OCT, ഒപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി, IVS എന്ന് പറയുന്നത് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, രക്തക്കുഴലിന്റെ ഉള്ളിൽ പിക്ചേഴ്സ് എടുക്കുന്ന പ്രൊസീജിയർ. പിന്നെ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉള്ള പേഷ്യൻസിന് കാൽഷ്യം ബ്രേക്ക് ചെയ്യാനുള്ള ഇൻട്രാവാസ്കുലർ ലിത്തോട്രോപ്സി മുതലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വളരെ കട്ടിയുള്ള ബ്ലോക്കുകൾക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉള്ള ബ്ലോക്കുകൾക്കും ഒക്കെ, അല്ലെങ്കിൽ സ്റ്റെൻറ്റിനകത്തോ അല്ലെങ്കിൽ രക്തക്കുഴലിൽ വീണ്ടും ബ്ലോക്ക് വരുന്ന പേഷ്യൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ലേസർ ആൻജിയോപ്ലാസ്റ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഏത് പേഷ്യൻറ്റിന് ഏത് ആയുധം ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അതിലുപരി എനിക്ക് തോന്നുന്നു ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പേഷ്യൻറ്റ് ടൈലേർഡായിട്ട് പേഷ്യൻറ്റിന് ഏറ്റവും ബെസ്റ്റ് എന്താണ് എന്നുള്ളത് ഒരു ഡെമോക്രാറ്റിക്, ഞാൻ വിശ്വസിക്കുന്നത് ചികിത്സയിൽ ഒരു ജനാധിപത്യം വേണമെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കി പേഷ്യൻറ്റ് ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ പേഷ്യൻറ്റിന് ഏറ്റവും അനുയോജ്യം എന്താണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് ഒരു ടീം വർക്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു ടീം ഓഫ് എക്സലൻറ്റ് സ്റ്റാഫ്, നഴ്സിംഗ് ആൻഡ് ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ എ ടീം വർക്ക്. മെഡിക്കൽ, അത് ഈ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ തന്നെ അല്ല, ഏത് ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ബെറ്റർ കെയർ എപ്പോഴും ഒരു ടീമിന് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ തിങ്ക് ദാറ്റ്സ് ദ മെയിൻ സ്ട്രെങ്ത്, ഹാവിങ് എ ഗുഡ് ടീം ടു ഗിവ് ദ ബെസ്റ്റ് കെയർ ടു അവർ പേഷ്യൻസ്. വെൽ, ഹാർട്ട് അറ്റാക്ക് എന്ന രോഗത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ട് വേറൊരു വീഡിയോ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കാം. ബട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നവർക്കും വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഒറ്റ കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വീഡിയോസ് ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോ കേൾക്കും, പിന്നെ നമ്മളെല്ലാം മറക്കും. അപ്പം പ്രിവെൻഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അഡ്വാൻസ്ഡ്
ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ പ്രധാനം ഇതെങ്ങനെ വരാതിരിക്കാം എന്ന് നോക്കുക. അടുത്ത ജനറേഷനിലേക്ക് എങ്ങനെ ഇത് വരാതിരിക്കാം, പ്രിവെന്റീവ് ആയിട്ടുള്ള. അപ്പം നമ്മളൊരു കാറ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്യും അല്ലേ? അതിനകത്ത് വരും നെക്സ്റ്റ് സർവീസ് ഡ്യൂ ഇൻ ഇത്ര കിലോമീറ്റേഴ്സ്, കറക്റ്റായിട്ട് നമ്മൾ സർവീസ് ചെയ്യും. അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് ഇയർലി റിന്യൂ ചെയ്യും. പക്ഷെ നമ്മൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഫാമിലിയുടെ ശരീരത്തെ, നമ്മുടെ ഹെൽത്തിനെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാറില്ല. ഐ തിങ്ക് ദ ബെസ്റ്റ് തിങ് ഇസ് ടു പ്രിവെന്റ് ഡിസീസ് റാദർ ദാൻ ട്രീറ്റിംഗ് ഇറ്റ് വെൻ ഇറ്റ് ഹാപ്പൻസ്. ഓഫ് കോഴ്സ് വി കനോട്ട് പ്രിവെന്റ് എവറി ഡിസീസ്, ബട്ട് ടു എ സർട്ടൺ എക്സ്റ്റെന്റ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കരുതലിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു അഞ്ജു, താങ്ക് യു എവറി വൺ ഫോർ ലിസണിങ്. സ്റ്റേ ഹെൽത്തി, കീപ് സ്മൈലിംഗ് and always be kind to each other. Thank you.